രമ്യാണ് ജില്ലയിൽ നിന്ന് കോലഞ്ചേരി. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു കേസ് നോട്ടിന്റെ ഡിസ്കഷനുമായിട്ടാണ്. ഇതിനകത്ത് പേഷ്യന്റിന്റെ പേരെന്ന് പറയുന്നത് ഡെറിക് ഹാരിസൺ എന്നാണ്. ഇതൊരു മൾട്ടിപ്പിൾ കണ്ടീഷൻ ആണ്. മൾട്ടിപ്പിൾ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യന്റിന് അൾഷിമേഴ്സ് ഡിസീസ് ഉണ്ട്. അത് നേരത്തെ ഡയഗ്നോസ് ചെയ്തതാണ്. പക്ഷെ അറ്റ് പ്രസന്റ് ആ ഒരു കണ്ടീഷൻ കുറച്ച് വേഴ്സന്റ് ആണ്. ഇതിനോടൊപ്പം തന്നെ പേഷ്യന്റിന് ഒരു വൂണ്ട് ഉണ്ട്. ആ വൂണ്ട് ഹീൽ ചെയ്യുന്നത് കുറച്ച് ഡിലേഡ് ആണ്. ഓക്കെ, അപ്പൊ ഡിലേഡ് വൂണ്ട് ഹീലിങ്ങും അൾഷിമേഴ്സ് ഡിസീസ് എന്ന കണ്ടീഷനുമാണ് പേഷ്യന്റിനുള്ളത്. ഇതിന് രണ്ടിനെ മുൻനിർത്തിയാണ് നമ്മൾ ലെറ്റർ എഴുതുന്നത്. പക്ഷേ ഇതിനകത്ത് വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കുന്ന ടൈപ്പ് ഓഫ് കെയർ എന്ന് പറയുന്നത് റെസ്പൈറ്റ് കെയർ ആണ്. റെസ്പൈറ്റ് കെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സാധാരണ റെസ്പൈറ്റ് കെയർ എന്ന് പറഞ്ഞ് കേസ് നോട്ടിൽ കാണുമ്പോൾ സ്റ്റുഡൻസ് കുറച്ച് കൺഫ്യൂസ്ഡ് ആണ്, അത് എന്ത് ടൈപ്പ് ഓഫ് കെയർ ആണ് എന്നുള്ള കാര്യത്തിൽ. സോ റെസ്പൈറ്റ് കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അക്യൂട്ട് കെയർ ആണ്, അതല്ലെങ്കിൽ ഒരു ടെമ്പററി കെയർ എന്നാണ് അവർ പറയുന്നത്. കുറച്ച് നാളത്തേക്ക്, മേ ബി 1 month അല്ലെങ്കിൽ 2 weeks, അതല്ലെങ്കിൽ എന്താ പറയുക ഒരു 4 to 5 months. അതുപോലെ ഒരു ഷോർട്ട് ടേമിലേക്ക് നമ്മൾ ഒരാളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു കെയർ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യുവാണ്. അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. ഓക്കെ, ആ ഒരു കെയർ നമ്മൾ മറ്റൊരാൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു പേഷ്യന്റ് ആണ്. ആ പേഷ്യന്റിന്റെ കെയർ പെട്ടെന്ന് നമ്മൾ വേറൊരാളിലേക്ക് കൊടുക്കുമ്പോൾ അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. അപ്പൊ ആ റീസൺ നമ്മൾ ഇങ്ങനെയുള്ള ടൈപ്പ് ഓഫ് കെയർ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സ്പെസിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഇങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കെയർ ചോദിക്കുമ്പോൾ എന്തുകൊണ്ടാണ്, അതിനൊരു റീസൺ ഉണ്ടായിരിക്കും. കാരണം ഇത്രയും നാൾ നോക്കിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയുണ്ട്, ആ വ്യക്തിക്ക് എന്തോ ബുദ്ധിമുട്ട് വന്നത് കൊണ്ടാണല്ലോ ഈ ഒരു ടൈപ്പ് ഓഫ് കെയർ നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ആ ഒരു ഇൻഫർമേഷൻസ് മസ്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ആദ്യം കേസ് നോട്ട് ഷെയർ ചെയ്യാം. ഞാൻ ആദ്യം പറഞ്ഞിട്ട് നമ്മളൊരു ലെറ്റർ കാണുമ്പോൾ ഫസ്റ്റ് നമ്മുടെ പേഷ്യന്റിന്റെ പേരും കണ്ടീഷനും ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ റൈറ്റിംഗ് ടാസ്കിലേക്കാണ് പോകേണ്ടത്. റൈറ്റിംഗ് ടാസ്കിലാണ് നമുക്ക് ഇൻഫർമേഷൻസ് ആർക്ക് എഴുതുന്നു, എന്തിന് എഴുതുന്നു എന്നൊക്കെയുള്ള ഇൻഫർമേഷൻസ് കിട്ടും. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം കേസ് നോട്ട് ഷെയർ ചെയ്യാം. റൈറ്റ് ടാസ്കിൽ എന്താണ് അവർ ചോദിക്കുന്നത്? Using the information given in the case note, write a letter. ആർക്കാണ് ഞാൻ പറയുന്നത്? Write a letter to nursing home care manager, Primrose Nursing Home, 101 Riverside Road, Darlington, Adelaide 5047. Briefly outline current history as well as wife's concern for further need of her husband, which means wife is really concerned regarding her husband. ഓക്കെ, വൈഫിനാണ് കൺസേൺ. മേ ബി പുള്ളിക്കാരി ആയിരിക്കാം ഹസ്ബൻഡിന് ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരുന്നത്. അറ്റ് പ്രസന്റ് പുള്ളിക്കാരിക്ക് എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇനി പ്ലാനിൽ എന്താ പറയുന്നത്? പേഷ്യന്റ് ട്രാൻസ്ഫറിങ് ടു റെസ്പൈറ്റ് കെയർ ആഫ്റ്റർ 2 days. ഓക്കെ, 2 ദിവസം കഴിഞ്ഞിട്ടാണ് പേഷ്യന്റിനെ റെസ്പൈറ്റ് കെയറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്നത്. എത്ര നാളത്തേക്കാണ്? 1 month നമുക്ക് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, ഇനി 8 January നമുക്ക് ഇൻഫർമേഷൻ തന്നിട്ടുണ്ട്. ഡ്രസ്സിംഗ്. ഓക്കെ, ഇത് നമ്മൾ നോക്കുന്നതിന് മുന്നേ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് സ്റ്റാർട്ടിങ്ങിലുള്ള ഇൻഫർമേഷൻസ് നോക്കുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഷോ ദ ഫസ്റ്റ് പേജ്. ഓക്കെ, ഫസ്റ്റ് പേജ് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇൻഫർമേഷൻസ് നമുക്ക് അത്യാവശ്യം ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്ത് പോവാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് പിന്നീട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യാം. ഞങ്ങളൊരു ലെറ്റർ ആയിട്ട് എഴുതുമ്പോൾ എപ്പോഴും ഇൻഫർമേഷൻസ് ആദ്യം വായിച്ച് നോക്കുക. കേസ് നോട്ട് വായിച്ച് നോക്കിയതിന് ശേഷം ഇൻഫർമേഷൻസ് കളക്ഷനിലേക്ക് പോയാൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇൻഫർമേഷൻ ആണ് കളക്ട് ചെയ്യേണ്ടതെന്നുള്ള ഐഡിയ കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇതിനകത്ത് 8 January 2022 എന്നാണ് പറഞ്ഞേക്കുന്നത് അസ്യൂം ചെയ്യാൻ. അപ്പൊ അതുകൊണ്ട് ആ ഡേറ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഡേറ്റ് എഴുതണം. പേഷ്യന്റിന്റെ പേര് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് വന്നു കഴിയുമ്പോൾ 24 January 1936 എന്നുള്ളതാണ് ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്നത്. ആൻഡ് ഇൻ ദ ബ്രാക്കറ്റ് ഇറ്റ് ഈസ് റിട്ടൺ ആസ് 85. സോ 85 years ആണ്. അപ്പൊ രണ്ടും തന്നിട്ടുണ്ട്. either one you can select. ഞാനാണെങ്കിൽ ഇയേഴ്സ് ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഇഫ് യു വോണ്ട് ടു ഗോ വിത്ത് ദ ഡേറ്റ് ഓഫ് ബർത്ത്, ഗോ വിത്ത് ദാറ്റ് വൺ. അതല്ലാന്നുണ്ടെങ്കിൽ ഇയേഴ്സ് സെലക്ട് ചെയ്യാം. And when it comes to social background, retired, lives with his wife, Mr. John, 75 years. ഈ ഇൻഫർമേഷൻ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. കാരണം വൈഫിന്റെ കൺസേൺ കാരണമാണ് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആൻഡ് അഗെയിൻ ഓസ്റ്റിയോആർത്രൈറ്റിസ് സിൻസ് 2017 ഫോർ ഹിസ് വൈഫ് എന്ന് പറയുന്നുണ്ട്. വിച്ച് മീൻസ് ഈ ഒരു കണ്ടീഷൻ കൂടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്തത് കൊണ്ടായിരിക്കാം വൈഫ് ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വെച്ചിരിക്കുന്നത്. സോ ഈ ഒരു 2 ഇൻഫർമേഷൻസും നമുക്ക് ഒബ്വിയസ്ലി ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ സണ്ണിന്റെ കാര്യം പറയുന്നുണ്ട്. കുറച്ച് ഓവർസീസ് നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് ആണല്ല. മോഡറേറ്റ് ഡ്രിങ്കർ, ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നമുക്ക് അത്രമേൽ ഇമ്പോർട്ടന്റ് അല്ല ഇപ്പോൾ ആസ് ഓഫ് നൗ.
പിന്നെ മെഡിക്കൽ ഹിസ്റ്ററിയാണ് തന്നിരിക്കുന്നത്. മെഡിക്കൽ ഹിസ്റ്ററിയിലേക്ക് വന്നപ്പോൾ ഡയബറ്റിക്സ്, ഹൈപ്പർ ടെൻഷൻ, ഇൻഫർമേഷൻസ് ഒബ്വിയസ്ലി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. കാരണം ഇതൊരു റെസ്പൈറ്റ് കെയർ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് കെയർ ട്രാൻസ്ഫർ ചെയ്യുവാണ്. സോ ഈ ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സോ ഹൈപ്പർ ടെൻഷൻ അത് പറയണം. പിന്നെ 88 ഒരു ഇൻക്രീസ്ഡ് ഡയബറ്റിക് കണ്ടീഷൻ ഒക്കെ വന്ന് ഇൻസുലിൻ ഇഞ്ചക്ഷൻ എടുത്തു ഡെയിലി 1 per week. ഓക്കെ, ആഴ്ചയിൽ ഒരു ദിവസം വെച്ചിട്ട് ഇൻസുലിൻ ഡെയിലി 1 എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ല കേട്ടോ, എല്ലാ ദിവസവും വേണം, വീക്കിലി വൺസ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അൾഷിമേഴ്സ് ഡിസീസ് ഡയഗ്നോസ് ചെയ്തു, ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഓഗസ്റ്റ് 2020 ആയി കഴിഞ്ഞപ്പോൾ മെമ്മറി ലോസ്, ഡിഫിക്കൽട്ടി ഇൻ ലൊക്കേറ്റിംഗ് തിങ്സ്, ടോയ്ലറ്റ് ഡ്യൂ ടു വിച്ച് ഷിഫ്റ്റഡ് ടു റെസ്പൈറ്റ് കെയർ ഫോർ 3 weeks. ഓക്കെ, 2020 ഇതുപോലെ തന്നെ റെസ്പൈറ്റ് കെയറിലേക്ക് മാറ്റിയ പേഷ്യൻ്റ് ആണ്. നമുക്കിപ്പോൾ ഇപ്പം 2022 ആണ്, അത്രമേൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അല്ല. പിന്നെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡ്യൂ ടു ലാക്ക് ഓഫ് കെയർ ആസ് പെർ വൈഫ്, ലോസ്റ്റ് ഹാബിറ്റ്സ്, ലിസണിംഗ് ടു മ്യൂസിക്, ഡയബറ്റിക്സ്, ഡയറ്റ്, എക്സസൈസ് എക്സെട്ര, ഡിക്രീസ്ഡ് മെമ്മറി, ഇൻക്രീസ്ഡ് അജിറ്റേഷൻ, റുട്ടീൻ ആക്ടിവിറ്റീസ് ഡിലേഡ്, ആങ്കർ ആണ്, ഡിസോറിയന്റേഷൻ. അപ്പൊ എന്ന് പറഞ്ഞാൽ ആ ഒരു അൾഷിമേഴ്സിന്റെ കണ്ടീഷൻ കുറച്ച് വേഴ്സൺ ആയിട്ടുണ്ട്. അത് ഡ്യൂ ടു ലാക്ക് ഓഫ് കെയർ എന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ വൈഫ് മേ ബി കുറച്ച് സിക്കായി കാണും. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡ് ടേക്ക് കെയർ ചെയ്യാൻ പറ്റില്ല. അന്നേരം എന്ത് പറ്റി, ഹസ്ബൻഡിന്റെ കണ്ടീഷൻ വേഴ്സൺ ആയി. കറണ്ട് മെഡിക്കേഷൻസ് ആയിട്ട് പറയുന്നത് എന്താണ്, കറണ്ട് മെഡിക്കേഷൻസ് അവർ പറയുന്നത് ഇൻസുലിൻ ഇഞ്ചക്ഷൻ, ഡയബറ്റിക്സ് ഇപ്പൊ 2 times ആട്ടോ പെർ ഡേ. ആദ്യം വന്നായിരുന്നു, അപ്പൊ പിന്നെ നമ്മൾ ആദ്യത്തെ കാര്യം മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഡയബറ്റിക് ഉണ്ടെന്നും അതിന് ഇൻസുലിൻ എടുക്കുന്നു ഡെയിലി ട്വൈസ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ വേറെ എന്ത് ഇൻഫർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്? ഇത് നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ അമിലോഡപ്പാൻ, ഹൈപ്പർ ടെൻഷന് വൺസ് ഡെയിലി ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഒബ്വിയസ്ലി നമുക്ക് ആ ഒരു ഇൻഫർമേഷൻസും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. നമുക്ക് ആ ഒരു ഇൻഫർമേഷനും കൂടി ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് അടുത്ത പേജ് എടുത്ത് നോക്കാം, ബാക്കിയത്തെ ഇൻഫർമേഷൻസ് നോക്കാം. GP കൺസൾട്ടേഷൻ, അതെന്താണ്, 15th December 2021 GP കൺസൾട്ടേഷൻ നടന്നിട്ടുണ്ട്. അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ഫോൾ ഇൻ ദ സ്ട്രീറ്റ് ആണ്. ടോപ്പ് പുള്ളിക്ക് ഹാഡ് എ ഫോൾ ഇൻ ദ സ്ട്രീറ്റ്, പുള്ളി ഒന്ന് വീണു. അത് 2021 ഡിസംബറിലാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ലെഫ്റ്റ് കാഫ് മസിൽ ലാസറേഷൻ ഉണ്ടായി. ഓക്കെ, അപ്പൊ അവിടെ ലെഫ്റ്റ് കാഫ് മസിലിന് ലാസറേഷൻ വന്നു. അപ്പൊ എന്താ ചെയ്തത്, പ്ലാൻ ഹോം വിസിറ്റ് ബൈ കമ്മ്യൂണിറ്റി നഴ്സ് വൺസ് ഇൻ എ വീക്ക് ഫോർ ഡ്രസ്സിംഗ് വിത്ത് എന്താണ്, ഡ്രസ്സിംഗ് വിത്ത് ഹൈഡ്രോക്ലോറൈഡ്. ഓക്കെ, അപ്പോൾ പേഷ്യന്റ് ഒന്ന് വീണ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഹോം വിസിറ്റ് കമ്മ്യൂണിറ്റി നഴ്സ് പ്രൊവൈഡ് ചെയ്തിരുന്നു. ഓക്കെ, വൺസ് ഇൻ എ വീക്ക് ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട്. അത് 15th ഡിസംബറിലാണ്. 25th ഡിസംബർ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡ്രസ്സിംഗ് വിത്ത് ഹൈഡ്രോക്ലോറൈഡ് വൂണ്ട് നോട്ട് ഹീൽഡ് ആണ് കേട്ടോ. കാര്യം ഡ്രസ്സിംഗ് ഒക്കെ നടത്തിയെങ്കിൽ പോലും വൂണ്ട് ഹീൽ ആയിട്ടില്ല. അപ്പൊ ഈ ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എന്താണ്, January 2022, dressing not satisfied with the wound healing. Dressing is not satisfied with the wound healing. Wife concerned about wound healing. Wife in arthritis wound. Okay. അപ്പോൾ ആ ഇൻഫർമേഷൻസ് നമുക്ക് കൊടുത്താൽ മതി കേട്ടോ. ഡ്രസ്സിങ് അത്ര സ്യൂട്ടബിൾ സാറ്റിസ്ഫൈഡ് അല്ല, വൂണ്ട് ഹീൽ ചെയ്യുന്നില്ല, വൈഫ് കൺസേൺ ആണ് വൂണ്ട് ഹീലിങ്ങിനെ കുറിച്ചിട്ട്. പക്ഷെ ദ തിങ് ഇസ് ലൈക്ക് വൈഫിന് ആർത്രൈറ്റിസ് ഉണ്ട് എന്ന് പറഞ്ഞ കണ്ടീഷൻ കുറച്ച് സിവിയർ ആയി. പിന്നെ പേഷ്യന്റ് അജിറ്റേറ്റഡ് ആണ്, കാം വിത്ത് മ്യൂസിക്, constantly with the music on radio, angry while communication. ഇപ്പോൾ കുറേ അധികം പ്രോബ്ലംസ്, അജിറ്റേഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അൾഷിമേഴ്സ് കണ്ടീഷൻ ഉള്ള പേഷ്യൻ്റ് ആണ്. ഇപ്പൊ കുറച്ച് പേഴ്സൺ ആണെന്നാണ് പറയുന്നത്. പിന്നെ വരുന്നത് 8th January ആണ് കേട്ടോ. 8th January ആയി കഴിഞ്ഞപ്പോൾ എന്താ ഈ അവസ്ഥ, ഡ്രസ്സിംഗ് ചേഞ്ച് ചെയ്തു, വൂണ്ട് നോട്ട് ഹീൽഡ് ആണ്, ഹാരിസൺ ഫോർഗെറ്റ്സ് വൈഫ്സ് നെയിം ആൻഡ് ലൊക്കേഷൻ ഓഫ് ടോയ്ലറ്റ്. ഓക്കെ, അപ്പൊ അൾഷിമേഴ്സ് കണ്ടീഷൻ കുറച്ച് വേഴ്സ് ആയി. വൈഫ് വീണ്ടും കൺസേൺ ആയി, അൺഏബിൾ ടു ടേക്ക് കെയർ ഓഫ് ഹിം ഡ്യൂ ടു വേഴ്സണിങ് ആർത്രൈറ്റിസ്. അപ്പൊ പേഷ്യന്റിന്റെ വൈഫിന്റെ ആർത്രൈറ്റിസും കൂടുകയും ചെയ്യുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ വൈഫ് കുറച്ചുകൂടെ കൺസേൺ ആയി ഹസ്ബൻഡിന്റെ കാര്യത്തിനെ കുറിച്ചിട്ട്. പിന്നെ നമ്മളോട് പറയുന്ന കാര്യങ്ങൾ എന്താണ്, വേഴ്സണിങ് ഓഫ് അൾഷിമേഴ്സ് ഡിസീസ്, അൺഏബിൾ ടു ലൊക്കേറ്റ് ടോയ്ലറ്റ് ഒക്കേഷണലി, വേക്കപ്പ് അറ്റ് നൈറ്റ് 3 to 4 times. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. റെസ്പൈറ്റ് കെയറിലേക്ക് വിടാനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ പറയുന്നത്. ഓക്കെ, വൈഫ് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്നില്ല, വേഴ്സണിങ് ആർത്രൈറ്റിസ് കാരണം. അതിന്റെ ഒപ്പം തന്നെ അൾഷിമേഴ്സ് എന്ന് പറയുന്ന കണ്ടീഷൻ വേഴ്സൺ ആകുന്നു, അൺഏബിൾ ടു ലൊക്കേറ്റ് ടോയ്ലറ്റ് ആണ് ഒക്കേഷണലി. പിന്നെ അത് മാത്രമല്ല വേക്കപ്പ് ചെയ്യുന്നുണ്ട് 3-4 പ്രാവശ്യം. ഡിസോറിയന്റേഷൻ ഡ്യൂ ടു ചേഞ്ചസ് ഇൻ റുട്ടീൻ. പിന്നെ റിക്വയർസ് അസിസ്റ്റൻസ് ആൻഡ് റീഅഷുറൻസ് വിത്ത് ADL, ഷവർ ആൻഡ് ടോയ്ലറ്ററി. അസിസ്റ്റൻസ് വിത്ത് ഡെയിലി ആക്ടിവിറ്റീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയി മാറി.
പിന്നെ കേസ് ഡിസ്കസ്ഡ് വിത്ത് വൈഫ് ഫോൺസ് ബെറ്റർ കെയർ ഫോർ ഹിം. ഓക്കെ, അപ്പോൾ ഇത് വൈഫായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ വൈഫ് തന്നെയാണ് പറഞ്ഞത് കുറച്ചുകൂടെയും ബെറ്റർ ആയിട്ടുള്ള കെയർ വേണം. കറണ്ട് സ്റ്റേറ്റസ് എന്താണ്? ഡിലേഡ് വൂണ്ട് ഹീലിംഗ്. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കറണ്ട് വൂണ്ട് ഹീലിംഗ് ആണ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ അൾഷിമേഴ്സ് ഡിസീസ് നമ്മൾ പറയണം കേട്ടോ. പിന്നെ പേഷ്യന്റ് ട്രാൻസ്ഫറിംഗ് ടു റെസ്പൈറ്റ് കെയർ ആഫ്റ്റർ 2 days, ഒരു മാസത്തേക്ക്. ഓക്കെ, അപ്പോൾ കേസ് നോട്ട് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് മൊത്തത്തിൽ ഈ ഒരു കേസ് നോട്ട് അല്ലെങ്കിൽ ഈ ഒരു പേഷ്യന്റിന്റെ കഥ മനസ്സിലായല്ലോ അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് പർപ്പസ് പാരഗ്രാഫ് ആണ്. പർപ്പസ് ക്ലിയർലി മെൻഷൻ ചെയ്യണം. അപ്പോൾ ഐ എം റൈറ്റിംഗ് ടു വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ എഴുതാം. അതല്ലെങ്കിൽ പേഷ്യന്റിന്റെ പേര് വെച്ച് സ്റ്റാർട്ട് ചെയ്യും. വോട്ട് എവർ ഇറ്റ് ഈസ്, ഏതോ മെത്തേഡാണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അതേ മെത്തേഡ് ഫോളോ ചെയ്യാം. മിസ്റ്റർ ഡെറിക് ഹാരിസൺ എന്താണ്? വാസ് ഡയഗ്നോസ്ഡ് വിത്ത് എന്ത് കണ്ടീഷൻ ആണെന്നുള്ളത് പറയാം. ഓക്കെ, ഡയഗ്നോസ്ഡ് വിത്ത് അൾഷിമേഴ്സ് ഡിസീസ് ആൻഡ് ഡിലേഡ് വൂണ്ട് ഹീലിംഗ് ആണ്. എന്താണ് അവരുടെ റിക്വയർമെന്റ് എന്ന് പറയാം? റിക്വയേഴ്സ് എന്താണ്? അക്യൂട്ട് കെയർ ആൻഡ് മാനേജ്മെന്റ് ഫ്രം യുവർ ഫെസിലിറ്റി. റെസ്പൈറ്റിന് പകരം നമുക്ക് അക്യൂട്ടോ ടെമ്പററി കെയർ ഉപയോഗിക്കാം. ഫ്രം യുവർ ഫെസിലിറ്റി ഫോർ 1 month പീരീഡ്, ഒരു മാസത്തേക്ക് എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കേണ്ട ഇൻഫർമേഷൻ എന്ന് തൊട്ട് ഉള്ള ഇൻഫർമേഷൻ ആണ് നമുക്ക് പറയേണ്ടത്? ഡിസംബർ തൊട്ടുള്ളത് പറയാം അല്ലെ? GP കൺസൾട്ടേഷൻ തൊട്ടിട്ടുള്ള കാര്യങ്ങൾ പറയാം. കാരണം അവിടെയാണ് ഫോള് നടന്നതും കണ്ടീഷൻ കുറച്ച് വേഴ്സൺ ആയത്. അപ്പോൾ ഡിസംബറിൽ എന്ത് സംഭവിച്ചു? കൺസൾട്ട് ചെയ്തു GPനെ. എന്തുകൊണ്ട്? ഹാവിങ് ഫോളോയിങ് ഓഫ് ഫോൾ അറ്റ് സ്ട്രീറ്റ് ആണ് അല്ലെ? അങ്ങനെ എന്താ ചെയ്തത്? അതിന്റെ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സബ്സിക്വന്റ്ലി ഒരു വീക്ക്ലി ഹോം വിസിറ്റ് ഒരു കമ്മ്യൂണിറ്റി നഴ്സിനെ വെച്ചിട്ട് ഒരു വീക്ക്ലി ഹോം വിസിറ്റ് അറേഞ്ച് ചെയ്തു അല്ലേ? അപ്പോൾ വീക്ക്ലി ഹോം വിസിറ്റ് ബൈ എ കമ്മ്യൂണിറ്റി നഴ്സ് ഹാവ് ബീൻ അറേഞ്ച്ഡ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ഡ്രസ്സിംഗ് വിത്ത് ഹൈഡ്രോകൊളോയിഡ്. പക്ഷെ എന്ത് പറ്റി? ഹവർ വെച്ചിട്ട് നമുക്ക് പറയാം എന്ത് പറ്റി? ഹവർ വൂണ്ട് ഹീലിംഗ് വാസ് അൺസാറ്റിസ്ഫാക്ടറി. വൂണ്ട് ഹീലിംഗ് അൺസാറ്റിസ്ഫാക്ടറി ആയിരുന്നു. ഇനി നമുക്ക് എന്ത് ഇൻഫർമേഷൻ ആണ് പറയട്ടെ? പേഷ്യന്റിന്റെ അൾഷിമേഴ്സ് കണ്ടീഷനെ കുറിച്ച് പറയാം. ഓക്കെ, അൾഷിമേഴ്സ് കണ്ടീഷനെ കുറിച്ച് പറയുമ്പോൾ കാരണം വേറെ നമുക്ക് വൂണ്ട് അങ്ങനെ ഒരു ഫോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം പേഷ്യന്റ് വീണു, വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഡ്രസ്സിംഗ് കൊടുത്തു. പക്ഷെ ഡ്രസ്സിംഗ് കൊണ്ട് പേഷ്യന്റ് വൂണ്ട് ഹീൽ ആവുന്നില്ല. അത്രയേ ഉള്ളൂ അതിനകത്ത്. പിന്നെ നമുക്ക് പറയുന്നത് അൾഷിമേഴ്സ് കണ്ടീഷനെ കുറിച്ചിട്ടാണ്. അപ്പൊ അടുത്ത പാരഗ്രാഫിൽ നമുക്ക് ഈ പറയുന്ന ഹാരിസണ് ഹാസ് ഹാഡ് അൾഷിമേഴ്സ് ഡിസീസ് സിൻസ് 2020 എന്നുള്ളത് പറയാം. ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? കറന്റ് എന്താണ് അവസ്ഥ? അജിറ്റേഷൻ ആണ്, ആംഗ്രി ആണ്, വൈൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഡിസോറിയന്റേഷനും നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് പറയാം. ഇതിന്റെ ഒപ്പം തന്നെ ഇൻഎബിലിറ്റി ടു ലൊക്കേറ്റ് ഈവൻ ദ ടോയ്ലറ്റ് ഒക്കേഷണലി ഡ്യൂ ടു ഹൈ മെമ്മറി ലോസ് ആൻഡ് ഒപ്പം തന്നെ വേക്കിംഗ് അപ്പും പറയുന്നുണ്ട്. അതും കൂടി പറയാം. ആൻഡ് വേക്കിംഗ് അപ്പ് 3 to 4 times at night have been observed എന്ന് പറയാം. ഈ കാര്യങ്ങൾ ഞങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്പൈറ്റ് കെയറിലേക്ക് വരണം. ഓക്കെ, അതിന്റെ റീസൺ എന്താണ്? വൈഫിന്റെ പ്രോബ്ലം ആണല്ലേ? അപ്പൊ നമുക്ക് പറയാം ഡ്യൂ ടു എക്സാർബേറ്റഡ് ആർത്രൈറ്റിസ് ഫോർ മിസ്സസ് ഹാരിസൺ എന്താണ്? മിസ്സസ് ഹാരിസൺ is unable to take proper care of him അല്ലെങ്കിൽ her husband എന്ന് പറയാം. Therefore ആണ് a referral into your service has been requested. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ നിങ്ങളുടെ സർവീസിലേക്ക് ഒരു റെഫറൽ റിക്വസ്റ്റ് ചെയ്തേക്കുന്നത്. ഇനി സെക്കൻഡ് ഇനി നമുക്ക് പറയേണ്ട ഇൻഫർമേഷൻസ് പുള്ളി എടുക്കുന്ന മെഡിസിൻസ്, പുള്ളിയുടെ കണ്ടീഷൻസ്, തന്നെ മെഡിക്കൽ ഹിസ്റ്ററീസിനെ കുറിച്ചിട്ടാണ് മെൻഷൻ ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ഹാസാഡ് ടൈപ്പ് 2 ഡയബറ്റിക്സും ഹൈപ്പർ ടെൻഷനും സിൻസ് ഏതൊക്കെ വർഷമാണ്? 87ഉം 88ഉം റെസ്പെക്റ്റീവ്ലി പറയാം. അതിന് പുള്ളി എടുക്കുന്നത് ഇൻസുലിന് അമിലോഡപ്പൈൻ 5 mg ഡെയിലി ആണ്, അത് കൊടുക്കുക. പിന്നെ പേഷ്യന്റിന്റെ സോഷ്യൽ ഹിസ്റ്ററി കാരണം വൈഫിന്റെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് പറയാം. വൈഫിന് ആർത്രൈറ്റിസ് അത് ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പറയണമെന്നില്ല. നമുക്ക് ജസ്റ്റ് വൈഫിന്റെ കൂടെയാണ് പുള്ളി താമസിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ പുള്ളി കൊടുക്കുക. പിന്നെ when it comes to the concluding paragraph അവിടെ നമുക്ക് എന്ത് പറയാം? Pertaining to the above, no, based on the above information or it would be appreciated വെച്ചിട്ടായിട്ട് പറയാം. എന്താ ചെയ്യേണ്ടത്? Continuing കെയറും നെസസറി അസിസ്റ്റൻസും for 1 month would be profoundly beneficial എന്ന് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ കൂടെ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് കെയർ കൂടിയാണ് വേണ്ടത്? സപ്പോർട്ട് വേണം, റീഅഷുറൻസ് വേണം റിഗാർഡിംഗ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിംഗ് സച്ച് ആസ് ഷവറിങ്ങും ടോയ്ലറ്ററിങ്. ഈ കാര്യങ്ങൾ വേണം. ഇതിന്റെ ഒപ്പം ഇനി എന്തെങ്കിലും കൂടി വേണം? യെസ്, ഡെയിലി വൂണ്ട് കെയറും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് കൺക്ലൂഡിംഗ് പാരഗ്രാഫിലും മെൻഷൻ ചെയ്യാം. Okay, in the last, in case of any additional information is required, please do not hesitate to contact me in the varaya Srihas faithfully. നമുക്ക് റിസീവറിന്റെ പേര് തന്നിട്ടില്ല, അതുകൊണ്ട് ഫെയ്ത്ത്ഫുള്ളി കൊടുക്കുക, രജിസ്റ്റേർഡ് നഴ്സ് കൊടുക്കുക. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു ലെറ്റർ എഴുതേണ്ടത്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.
എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഈ കേസ് നോട്ടിലുണ്ടെങ്കിൽ യു ഹാവ് ടു ലെറ്റ് മീ നോ അബൌട്ട് ഇറ്റ്. അങ്ങനെയാണെങ്കിൽ ഐ വിൽ ജസ്റ്റ് എക്സ്പ്ലെയിൻ. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കേസ് നോട്ടിന്റെ എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം, അത് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ yeah, so that's it. Thank you.